ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് 6 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടൊരു പ്ലീറ്റഡ് സ്കേർട്ട് നോക്കാം. അപ്പോൾ ബോക്സ് പ്ലീറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഞാനൊരു സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു സാരിയും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് 6 വയസ്സുള്ള കുട്ടിക്കാണ്. ഷോൾഡർ വരുന്നത് 11 ചെസ്റ്റ് 22 അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി അപ്പോൾ 25. എന്നിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. വേസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് വരുന്നത് 29 കേട്ടോ. 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മുകളിലത്തെ പാർട്ടിന് 10 ബാക്കി 29 10 പോയാൽ ബാക്കി 19 കേട്ടോ താഴത്തെ പാർട്ടിന് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് 4, ബാക്ക് നെക്ക് 3.5. അപ്പോൾ ഇതേപോലെ തുണി ഞാൻ 4 മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുവാണ്. ഷോൾഡർ 5.5 കേട്ടോ. ഇതാ താഴോട്ട് ആം ഹോളിന് വേണ്ടി 4 എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വരുന്നത് 6.5 2 ഇഞ്ച് തയ്യൽ തുമ്പ്. 10 നമുക്ക് ഇറക്കം വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടി 12 കേട്ടോ ഞാനിപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് വരുന്നത് 5.25 2 ഇഞ്ച് തയ്യൽ തുമ്പ്. തയ്യൽ തുമ്പിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ്. 1/2 ഇഞ്ച് ഷോൾഡർ കുഴിച്ചു വെട്ടി. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് മെയിൻ ക്ലോത്താണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഒരു 6 വയസ്സിന് ഒരു 2.5 മീറ്ററൊക്കെ മതിയാവും. ഇതേപോലെ വെട്ടി എടുത്തിട്ടുണ്ട്. വെട്ടുമ്പോൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലൈനിങ്ങും ഇതേ രീതിയിൽ നമുക്ക് തുണി 4 മടക്കിയിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് താഴത്തെ പോർഷൻ കട്ട് ചെയ്യാം. തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. 19 നമുക്ക് വേണ്ടത്. 1 ഇഞ്ച് കൂടെ കൂട്ടി 20 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ സ്ട്രൈറ്റ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 മീറ്ററാണ് എടുത്തേക്കുന്നത്. അതേപോലെ ലൈനിങ് 2 ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 19 വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് കുറച്ച് 17 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക്, ഞാനിപ്പോൾ ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. 2.5 വീതിയും ഇറക്കം 4.5 ഇഞ്ച് കൂട്ടി 4.5 കൊടുത്തേ. ഇതേപോലെ ഞാനൊരു വി വരച്ചെടുക്കുവാണ്. വി നെക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിയെ ഒന്ന് വൈഡാക്കി കൊടുത്തേക്കുന്നത്. പുറത്തൂടെ വരച്ചിട്ടുണ്ടേ. ഫ്രണ്ട് നെക്ക്. ഇനി ഇതേ രീതിയിൽ ബാക്ക് നെക്ക് കൂടെ ചെയ്തെടുക്കാം. 2.5 വീതിയും ഇറക്കം 3.5 1/2 ഇഞ്ച് കൂടെ കൂട്ടി 4.5 റൗണ്ട്, ജസ്റ്റ് റൗണ്ട് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയിൽ ഇത് ഒരു 3 സൈഡും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ലൈനിങ്ങിനെ ആ ക്യാൻവാസിനെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. അപ്പം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുത്തു. അതിൻ്റെ മുകളിലോട്ട് നല്ല തുണിയുടെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ കിടക്കുന്നത്. ഇതേപോലെ ക്യാൻവാസിനെയും പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ ക്യാൻവാസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ വെട്ടിയിട്ട് കൊടുക്കാം. സ്റ്റിച്ച് കൊള്ളാതെ വെട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ക്യാൻവാസിനെ ഒന്ന് നീക്കി ക്യാൻവാസിൻ്റെയും ആ മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തു. ക്യാൻവാസിനെ അകത്തേക്ക് മടക്കി സൈഡ് സ്റ്റിച്ചാണ് ഇത്. ഇനി നമ്മുടെ ആ ലൈനിങ്ങിനെയും ക്യാൻവാസിനെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് മുകളിലേക്ക് നീക്കി പിടിക്കണം. മെയിൻ ക്ലോത്തിൽ ഈ സ്റ്റിച്ച് തൊടത്തേ ഇല്ല കേട്ടോ.
ഇതേപോലെ. എന്നിട്ട് ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിനെ 3 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. 2 ബാക്ക് സൈഡും ഇതേപോലെ ചെയ്തെടുത്തു. ഇനി ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ 2 സൈഡും 2 സ്റ്റിച്ച് കൊടുത്തു. ഇനി ആ ഷോൾഡറിൻ്റെ തുണി ബാക്ക് സൈഡിലേക്ക്, ബാക്ക് നെക്കിലേക്ക് മാറ്റി വെച്ച് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുവാണേ ഷോൾഡർ. ഇനി ഇതിനെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്കൊന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇതാ 4 ആം ഹോള് 12 നമ്മളെടുത്തത്. ഇപ്പോൾ ഇതിനെ 11 എടുക്കാം കേട്ടോ. ബാക്കി പാട്ടെല്ലാം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടോ, നമുക്ക് 10 വേണ്ടത്. അപ്പോൾ നമ്മൾ താഴത്തെ പോർഷൻ ജോയിൻ ചെയ്യുമ്പോഴത്തേനും അത് കറക്റ്റ് 11 കറക്റ്റ് 10 കിട്ടിക്കോളൂ കേട്ടോ. ഇതാ ഫ്രണ്ട് ആം ഹോളൊന്ന് 1/2 ഇഞ്ച് എടുത്ത് വെട്ടണം കേട്ടോ. ഇതേപോലെ. എന്നിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഷോൾഡർ മടക്കി ജോയിൻ ചെയ്യുവാണ് കേട്ടോ. ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുവാണ്. രണ്ട് വട്ടം മടക്കി അടിച്ചു കൊടുക്കുവാണ് കേട്ടോ 2 സൈഡും. രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡിനെ ഇതേപോലെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണേ. സിബ് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തേക്കുവാണേ. ഇനി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് സിബ് എടുത്ത് സിബിൻ്റെ നല്ല വശം താഴ്ഭാഗത്തും ചീത്ത വശത്തോടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് പോണത്. ഇതേപോലെ കറക്റ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ പാർട്ടിനും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. ഇനി ആ സെൻറ്ററിൽ കൂടെ ഉള്ള ഒരു സ്റ്റിച്ച് അങ്ങ് പൊട്ടിച്ചു വിട്ടാൽ മാത്രം മതി. പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇതാ താഴ്ഭാഗം വരെ കട്ട് ചെയ്ത് സ്റ്റിച്ച് അഴിച്ചു വിട്ടേ. ഇനി ഇതാ 4ആയിട്ട് മടക്കി ചെസ്റ്റ് 6.25, അതേപോലെ വേസ്റ്റ് 5.25 ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തേ. ഇനി നമുക്ക് ഒരു വള്ളി വെക്കണം. 22 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുടെയാണ് കേട്ടോ ഞാനിപ്പോൾ വള്ളി എടുത്തേക്കുന്നത്. ഇതേപോലെ സ്ലോപ്പ് ചെയ്യുക ആദ്യം, എന്നിട്ട് താഴോട്ട് അടിച്ച് എടുക്കുക. എന്നിട്ട് ഈ വള്ളിയെ നമുക്കൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടെടുത്തത് മാത്രം മതി കേട്ടോ. വേസ്റ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ വള്ളി തിരിച്ചിട്ടെടുക്കാവേ. കറക്റ്റ് നമ്മൾ ആ ഷേപ്പ് കൊടുത്തത് ഷേപ്പ് ആയിരിക്കണം കേട്ടോ വള്ളിയുടെ. എന്നിട്ടിതാ ഇതേപോലെ 1 ഇഞ്ച് മുകളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കണം വേസ്റ്റിൻ്റെ. കറക്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ചെയ്തെടുക്കാവേ. ഇപ്പോൾ 2 സൈഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ വേസ്റ്റിൻ്റെ പാർട്ടൊന്ന് നമ്മൾ അളന്ന് നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ 24 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്ത് വെച്ചത് എടുക്കുക. എന്നിട്ട് ഒരു 6 ഇഞ്ച് വീതിയിൽ ആദ്യം ഞാനൊരു പ്ലേറ്റ് ഇട്ടെടുത്തേ. 6 ഇഞ്ച് വീതിയിലാണ് ഞാൻ ആദ്യം ഇട്ട പ്ലേറ്റിൻ്റെ. എന്നിട്ട് വീണ്ടും ഒരു 6 ഇഞ്ച്, ഒരു ഇഞ്ച് വീതിയാണ് ഞാൻ പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വിടുന്നത്. 1 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും 6 ഇഞ്ച് എടുത്തു. ആ എടുത്തിടത്ത് നിന്ന് വീണ്ടും 6 ഇഞ്ച് എടുത്തേ. ഇതേപോലെ പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പ്. അപ്പോൾ ഗ്യാപ്പ് വേണ്ടവർക്ക് ഗ്യാപ്പ് ഇടാം, ഗ്യാപ്പ് വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പോൾ പിന്നെ ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ നിന്ന് 6 ഇഞ്ച് എടുത്തു. വീണ്ടും അവിടെ നിന്നും
6 ഇഞ്ചിൽ തിരിച്ച് ഇങ്ങോട്ട് മടക്കി ആദ്യം വലത്തേക്ക് പിന്നെ ഇടത്തേക്ക്, എന്നാൽ മാത്രമേ നമുക്കത് ബോക്സായി കിട്ടത്തുള്ളൂ കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ബോക്സാക്കി എടുത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്ര ആണോ വേണ്ടത്, 24 അത്രയും ഇട്ടെടുക്കുക. ഇതേപോലെ ഞാൻ പിന്നൊക്കെ കുത്തി വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ആദ്യം അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് ഗ്യാപ്പ് വിടാതെ ഇരിക്കാം. ബോക്സ് അടുപ്പിച്ചടുപ്പിച്ച് മാത്രമായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്തത്. ആദ്യം മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ചിട്ടെടുത്തു. ഇനി ഇതേ രീതിയിൽ ലൈനിങ്ങിലൂടെ സ്റ്റിച്ചിട്ടെടുക്കണം കേട്ടോ. ഇത് ബോക്സ് പ്ലീറ്റ് അല്ല, സാധാ പ്ലീറ്റ് മതി. അതും നമുക്ക് 24 ഇഞ്ച് വേസ്റ്റിൻ്റെ, നമുക്ക് എത്രയാണോ വേസ്റ്റിൻ്റെ അളവ് അത്രയും ഇട്ടെടുക്കാവേ. പിന്നെ കറക്റ്റ് അങ്ങനെ അടിക്കുന്നവരുണ്ട് കേട്ടോ. ആ ബോക്സ് പ്ലീറ്റിൻ്റെ താഴോട്ടും സ്റ്റിച്ച് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ഇട്ടെടുക്കുന്നവരും ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം 2 വട്ടം മടക്കി അടിക്കുന്നുണ്ട് ഞാൻ. മെയിൻ ക്ലോത്തിൻ്റെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ അടിഭാഗത്ത് ലോക്ക് വരുന്നതാണ്. അപ്പോൾ വേണ്ടവർക്ക് അടിഭാഗം മടക്കി അടിക്കാം കേട്ടോ. നോർമലി ഞാൻ ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ് കേട്ടോ. സാധാ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ്. വേസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 24. ഇതിലും ഞാൻ 24 ഇട്ടെടുക്കുവാണ്. ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം, ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടിയെ. ഇനി ഇതൊന്ന് തേച്ചെടുത്താൽ അത്രയും നല്ലത് കേട്ടോ. കറക്റ്റ് ബോക്സ് പ്ലീറ്റ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെയും താഴത്തെ ക്ലോത്തിൻ്റെയും മുകളിലത്തെ ക്ലോത്തിൻ്റെയും കൂടെ ഒരു അറ്റം തൊട്ട് നമുക്ക് കറക്കി ജോയിൻ ചെയ്തെടുക്കാവേ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലോ 1 ഇഞ്ച് ഗ്യാപ്പോ ഇട്ട് ജോയിൻ ചെയ്തെടുക്കാവേ. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ. ഇനി സൈഡ് ഓപ്പൺ ആയിരിക്കും, സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഒരുമിച്ച് ഞാനങ്ങ് ജോയിൻ ചെയ്യുവാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വീതി ഉള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അവിടെയും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ വേസ്റ്റിൻ്റെ പാർട്ടിനും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിപ്പോയില്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ലേസ് വെച്ച് ഞാനൊന്ന് ഒന്നുകൂടെ ലുക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളൊരു ലേസ്. അപ്പോൾ ആദ്യം ഞാൻ വി നെക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊരു തരത്തിൽ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല എന്നെനിക്ക് തോന്നി. പിന്നെ അത് ഞാൻ ഹിപ്പിൽ കൊടുത്താലോ വേസ്റ്റിൽ കൊടുത്താലോ എന്ന് നോക്കി. അതും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറേ തല പുകഞ്ഞ് ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ഇതേപോലെ താഴോട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ഞാൻ കയ്യിൽ തന്നെ തുന്നിയെടുക്കാൻ പോവാണ് കേട്ടോ. തുന്നിയെടുത്തിട്ട് ഔട്ട്ലുക്ക് കാണാം കേട്ടോ. വായോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പ്ലീറ്റഡ് ഫ്രോക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ 1 ഇഞ്ച് ഗ്യാപ്പ് വേണ്ടാന്നുള്ളവർക്ക് അടുപ്പിച്ച് പ്ലീറ്റ് കൊടുക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.